പോയി മുഖം കഴുകിയിട്ട് വന്നിരിക്കടി. കണ്ണീരോടെയാണോ ആഹാരത്തിന് മുമ്പ് ഇരിക്കുന്നത്? വിജയകൃഷ്ണൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ നവമി പോയി മുഖം കഴുകി ഷാളിൻ്റെ തുമ്പ് കൊണ്ട് തുടച്ചിട്ട് വീണ്ടും വന്ന് കഴിക്കാനിരുന്നു. അവരിങ്ങ് വന്നോളും, വരാതെ എവിടെ പോകാൻ? ആരും അതോർത്ത് സങ്കടപ്പെടണ്ട. നവമി ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോൾ വിജയകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും അവളുടെ മൂത്ത മകൾക്കും തോന്നി, ഒരുപാട് നാളായി ഈ വീട്ടിൽ തന്നെയല്ലേ രാവും പകലും കഴിയുന്നത്, ഇനി ഒരു ചേഞ്ചൊക്കെ വരുത്തിയാൽ എന്തെന്ന്. വളരെ കാലമായുള്ള അവരുടെ ചിന്തയാവും അത്. അതിന് പ്രകാരം എൻ്റെ മൂത്ത മകൾ അവൾക്കിഷ്ടപ്പെട്ട, അവളെ ഇഷ്ടപ്പെടുന്നവരുള്ള ഒരു സ്ഥലം കണ്ടെത്തി. പിന്നെ താമസിച്ചില്ല, തൽക്ഷണം അങ്ങോട്ട് വിട്ടു. അത് കണ്ടപ്പോൾ അവളുടെ അമ്മയ്ക്കും ഒരാഗ്രഹം, മകൾക്കൊപ്പം പോയി 2-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിന്നാൽ എന്തെന്ന്. ആര് കൂടെ വന്നാലെന്ത്, വന്നില്ലെങ്കിലെന്ത്, തനിക്കൊന്ന് മാറി നിന്നേ തീരൂ. അതോടെ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവളും മകൾക്കൊപ്പം വച്ചു പിടിച്ചു. അപ്പോഴാണ് മൂത്ത മകൻ അക്കാര്യം അറിയുന്നത്. അവൻ വെറുതെ ഇരിക്കുമോ? പക്ഷെ അവൻ്റെ അമ്മ ചെയ്തതുപോലെ വെറുതെ കയ്യും വീശി ഇറങ്ങിപ്പോകാൻ അവൻ തയ്യാറായിരുന്നില്ല. അവന് വേണ്ടത് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ കുറ്റമേൽക്കാൻ ഒരാളെയായിരുന്നു. അതവൻ ഈസിയായി അവൻ്റെ അച്ഛന് മേൽ കെട്ടിവെച്ചു കൊടുക്കുകയും ചെയ്തു. ഞാനിവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അച്ഛൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് അവൻ സ്വയം മനസാക്ഷിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. വേണമെങ്കിൽ അവനെ ഇവിടെ തടഞ്ഞു നിർത്തി അച്ഛൻ അവനോട് യുദ്ധം ചെയ്യാമായിരുന്നു. അച്ഛൻ അക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് വാഗ്വാദം നടത്തി അവനോട് ജയിക്കാമായിരുന്നു. പക്ഷെ എന്ത് ഫലം? അവരെ ബോധിപ്പിക്കാൻ ബലമായി എൻ്റെ ഭാര്യയെയും മക്കളെയും ഇവിടെ തടവിലാക്കിയിട്ട് ആർക്ക് നേട്ടം? പോട്ടെന്ന് വെച്ചു അച്ഛൻ. അവനെ മാത്രമായി ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് അച്ഛനെന്ത് കിട്ടാൻ? അതുകൊണ്ട് വിട്ടുകൊടുത്തതാ, അല്ലാതെ അവൻ്റെ മുമ്പിൽ അച്ഛന് ജയിക്കാൻ അറിയാഞ്ഞിട്ടല്ല. വിജയകൃഷ്ണൻ ആഹാരം കഴിച്ചുകൊണ്ടാണ് സംസാരം. സംസാരിക്കുന്ന രീതി കണ്ടാൽ തോന്നും ആര് പോയാലും തന്നെ അതൊന്നും ബാധിക്കാനേ പോകുന്നില്ലെന്ന്. പക്ഷെ അതല്ല ശരിയെന്ന് നവമിക്ക് തോന്നി. തങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള അച്ഛൻ്റെ അഭിനയമാണോ ഇത്? അച്ഛൻ സങ്കടപ്പെടുന്നത് കണ്ടാൽ തങ്ങളും വിഷമിക്കുമെന്നോർത്ത് എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണോ? അച്ഛൻ്റെ മനസ്സിൽ തിരയടങ്ങാത്ത ഒരു കടൽ ആർത്തിരമ്പുന്നുണ്ട്. സർവ്വതം നശിപ്പിക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് തിരമാലകൾ ഒന്നിനു പിന്നാലെ ഒന്നായി പുറപ്പെടാൻ ആ സാഗരത്തിലെങ്ങോ പതിയിരിപ്പുണ്ട്. രാത്രി കൂപ്പിലെ സൂപ്പർവൈസർ പയ്യന് വേണ്ട നിർദ്ദേശങ്ങൾ ഫോൺ വഴി വിളിച്ചു പറഞ്ഞിട്ട് മോഹനൻ തമ്പി ഉറങ്ങാനായി വരുമ്പോൾ മല്ലിക അയാളെ കാത്തിരിക്കുകയായിരുന്നു. നീ കിടന്നില്ലേ? നാളെ 1 ലോഡ് തേക്ക് വരാനുണ്ട്. നിലമ്പൂർന്നുള്ള ലോഡാ. ഞാൻ ചിലപ്പോൾ വൈകുമെന്ന് ജെയ്സനോട് വിളിച്ചു പറഞ്ഞു കൊണ്ടുവന്നതാ. അയാൾ ഭാര്യയോട് പറഞ്ഞിട്ട് ടവലെടുത്ത് തോളിലിട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ നേരം മല്ലിക പറഞ്ഞു, മോനേട്ടൻ അമ്മയോട് സംസാരിച്ചായിരുന്നു? ബാത്റൂമിന്റെ വാതിലിൽ തൊട്ട മോഹനൻ തമ്പി അവിടെ നിന്നുകൊണ്ട് മല്ലികയെ തിരിഞ്ഞു നോക്കി. എന്ത് സംസാരിച്ചു എന്ന്? സുമംഗലിയുടെ കാര്യം. അല്ല എന്താ? ദാ ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരെണ്ണം കൂടി വന്നു കയറിയിട്ടുണ്ട്. വന്നു കയറിയതും അവന് കഴിക്കാൻ വേണ്ടുന്നതിൻ്റെ ഒരു ലിസ്റ്റ് അവൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിലേക്ക് തന്നത്. ഒരു മര്യാദ വേണ്ടേ? എന്നും അല്ലല്ലോടി. എന്തോന്ന് വച്ചാൽ ഉണ്ടാക്കി കൊടുത്തേരാ. അതിനി നീ കണക്ക് പറയാനൊന്നും നിൽക്കണ്ട. മോനേട്ടന് സ്വന്തം പെങ്ങളെ വിളിച്ച് പറയാൻ വയ്യേ അവന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കാൻ? അവളുടെ മകനല്ലേ സന്ദീപ്. ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും വച്ചു വിളമ്പി നടുവൊടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വില്ലേജ് ഓഫീസിലെ ജോലിക്കാരിക്ക് വീട്ടുജോലി ചെയ്താൽ കയ്യിൽ കിടക്കുന്ന വള ഊരി പോകും എന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് പോരും മുമ്പേ ആ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടായിരുന്നല്ലോ, അവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകണമായിരുന്നു. അല്ലാതെ ഏതു നേരവും മുറിയടച്ചിരുന്ന് അമ്മയോട് നുണ പറഞ്ഞുകൊണ്ടിരുന്നാൽ അമ്മയ്ക്കും മക്കൾക്കും വിശപ്പടക്കാൻ ചിലപ്പോൾ മുമ്പിൽ ഒന്നും കിട്ടിയില്ലെന്നിരിക്കും. നിന്നോട് ഞാൻ എത്ര നാളായി പറയുന്നതാ ഇവിടെ ഒരു ജോലിക്കാരിയെ നിർത്താൻ. എന്നിട്ട് നീയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അതെ, ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ ഭർത്താവിനും മക്കൾക്കും വച്ച് വിളമ്പാനും ഈ വീട് അടിച്ചുവാരി വൃത്തിയാക്കാനും ആരുടെയും സഹായം ആവശ്യമില്ലാഞ്ഞിട്ട് തന്നെ ജോലിക്കാരിയെ വേണ്ടെന്ന് പറഞ്ഞത്. എന്ന് കരുതി അത് മോനേട്ടൻ്റെ കുടുംബക്കാർക്ക് മൊത്തം ചെടിവേല ചെയ്യാനാണെന്ന് കരുതരുത്. എന്നാൽ കുറച്ച് ദിവസത്തേക്ക് നീ ഒരു ജോലിക്കാരിയെ നിർത്തുമല്ലിയേ. കുറച്ച് ദിവസത്തേക്കോ? അതെത്ര ദിവസമാ? സുമംഗലയും മകളും തിരിച്ചു പോകുന്നത് വരെ നിർത്ത്. എന്നാലും സ്വന്തം പെങ്ങളോട് അവർക്കും മക്കൾക്കും അടുക്കളയിൽ വന്ന് ആഹാരമുണ്ടാക്കാൻ എന്നെ സഹായിക്കാൻ പറയരുത് മോനേട്ടൻ. 2 ദിവസത്തെ കാര്യമല്ലേ മല്ലികേ, അപ്പോഴേക്കും അവർ തിരിച്ചു പോയിക്കോളും. ബെസ്റ്റ്. കാത്തിരുന്നോ മോനേട്ടൻ. 2 മാസമായാലും ആ പെണ്ണിനെ പറഞ്ഞു വിടാതെ സുമംഗലയും മക്കളും തിരികെ പോയില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മോനേട്ടനോട് ആദ്യമേ ചോദിച്ചത് അമ്മയുമായി ഈ വിഷയം സംസാരിച്ചുവെന്ന്. അവർ ഇവിടെ നിൽക്കാൻ വന്നതിന് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമടി? എൻ്റെ മോനേട്ടാ, നിങ്ങൾ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് നടിക്കുവാണോ? പെങ്ങൾ 2 മാസത്തെ സുഖവാസവും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മല്ലിക പറയുന്നത് കേട്ട് അയാളുടെ നെറ്റി ചുളിഞ്ഞു. എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? അയാൾ ചോദിച്ചു. അർത്ഥവും വ്യാകരണവുമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. 2 മാസമല്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ആ സുമംഗല അങ്ങോട്ട് ചെല്ലുന്നതെങ്കിലും എല്ലാം കൈവിട്ടു പോയെന്നിരിക്കും. വീടും അധികാരവും മാത്രമല്ല,
വക്കീലിന്റെ മേലുള്ള അവകാശം പോലും ചിലപ്പോൾ ആ വന്നു കയറിയവൾ കൈയടക്കിയെന്നിരിക്കും. അതിനൊക്കെയുള്ള തന്ത്രം ആ വന്നു കയറിയിരിക്കുന്നവൾക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ടെന്ന അവളെക്കുറിച്ച് അറിഞ്ഞെടുത്തോളം എനിക്ക് തോന്നുന്നത്. മല്ലിക വിശദമാക്കി. മോഹനൻ തമ്പി ബാത്റൂമിലേക്ക് കയറാതെ അവിടെ തന്നെ നിന്നു. അല്പസമയത്തിന് ശേഷം അയാൾ തിരക്കി. അവൾ അയാളുടെ മകളല്ലേടി? അത്രയ്ക്കൊക്കെ കുനിഷ്ടബുദ്ധി കാണുമോ അവൾക്ക്? ആര് പറഞ്ഞു അവൾ അയാളുടെ മകളാണെന്ന്? വിജയകൃഷ്ണൻ വക്കീൽ പറഞ്ഞ അറിവല്ലേ എല്ലാവർക്കും ഉള്ളൂ. മകളെന്ന പേരിൽ അയാൾ എവിടെ നിന്നോ അയാളുടെ ഇഷ്ടക്കാരി ഒരുത്തിയെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിരിക്കുന്നതാണെങ്കിലോ? ആരും അയാളെ ചോദ്യം ചെയ്യാൻ ചെല്ലാത്തത് കൊണ്ട് അവൾക്ക് എന്ത് കൊടുക്കാനും അയാൾ തയ്യാറായാലോ? അങ്ങനെ വരുമോ? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനാണോ വിജയൻ? എത്ര ബുദ്ധിയുള്ളവനായാലും തന്ത്രമറിയുന്ന പെണ്ണിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു നിമിഷം നിഷ്പ്രഭനായി പോയില്ലേ മോനേട്ടാ? അതിന് ഏത് കൊടികെട്ടിയ വക്കീലായാലും ജഡ്ജിയായാലും. മോഹനൻ തമ്പി എന്തോ ഓർത്തിരിക്കുന്നത് കണ്ടപ്പോൾ മല്ലിക തുടർന്നു. മോനേട്ടൻ പ്രദീപിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് നാളെ തന്നെ ഒന്ന് കോട്ടയത്തിന് പോയിട്ട് വാ. ഭാര്യയെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അയാളുടെ പദ്ധതി എന്താണെന്ന് ഒന്ന് അറിയണമല്ലോ. നിങ്ങൾ ആണുങ്ങളോട് പറയട്ടെ അയാളുടെ തീരുമാനം. എന്താ? മല്ലിക പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണെന്ന് മോഹൻ തമ്പിക്ക് തോന്നി. അയാൾ അപ്പോൾ തന്നെ അനിയൻ പ്രദീപിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. രാത്രി 11 മണി കഴിഞ്ഞ നേരം. ഗേറ്റിന് പുറത്തുനിന്ന് ഹോൺ ശബ്ദവും ജനൽ ചില്ലിനുള്ളിലൂടെ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ഭിത്തിയിൽ തട്ടി മുറിയിലെമ്പാടും പ്രകാശം ചിതറുന്നതും കണ്ടതോടെ ആദ്യം കണ്ണു തുറന്നത് സുമംഗലയാണ്. അവൾ കിടന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് കണ്ണടച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെയും സുമംഗല അമ്മയുമായി റൂമിലിരുന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. ശ്രീകുമാരി അമ്മയുടെ റൂമിലുണ്ടായിരുന്ന രണ്ടാമതൊരു ബെഡിലാണ് സുമംഗലയും പ്രവീണയും കിടക്കുന്നത്. പ്രവീണ കുറച്ചു നേരത്തെ കിടന്നുറക്കമായി കഴിഞ്ഞിരുന്നു. സുമംഗല ബെഡിൽ നിന്ന് എണീക്കുമ്പോഴേക്കും ശ്രീകുമാരി അമ്മയും ഉണർന്നു കഴിഞ്ഞിരുന്നു. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അമ്മേ. ഒരു കാർ പുറത്തു നിർത്തി ഹോൺ അടിക്കുന്നു. സുമംഗല ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മോഹനൻ ഉറങ്ങിക്കാണില്ലല്ലോ. അവൻ ചെന്ന് നോക്കിക്കോളും ആരാണെന്ന്. നീ ഇപ്പോൾ ഇറങ്ങി പുറത്തേക്ക് പോകണ്ട മോളെ, ശ്രീകുമാരി അമ്മ പറഞ്ഞു. അല്പസമയത്തിനകം സിറ്റ് ഔട്ടിൽ വെളിച്ചം തെളിയുന്നതും വാതിൽ തുറക്കുന്ന ഒച്ചയും സുമംഗല കേട്ടു. അതുവരെയും കാറിൽ നിന്നും ഹോൺ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. സിറ്റ് ഔട്ടിന്റെ പടവുകൾ ഇറങ്ങി മോഹനന് തമ്പി ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ പ്രദീപന്റെ കാർ വന്ന് മുറ്റത്തേക്ക് നിന്നു. പ്രദീപന അമ്മേ. കാറിൽ പ്രദീപന്റെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് സുമംഗല പറഞ്ഞു. പ്രദീപനോ? അവനെന്താ ഈ നേരത്ത്? എന്തെങ്കിലും കാര്യമില്ലാതെ അവൻ തൊടുപുഴയിൽ നിന്നും ഇവിടെ വരെ കാർ ഓടിച്ചു വരില്ലല്ലോ. ശ്രീകുമാരി അമ്മ എണീറ്റ് പുറത്തേക്ക് നടന്നപ്പോൾ അവർക്ക് പിന്നാലെ സുമംഗലയും ചെന്നു. സുമേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പോഴെത്തി? ശ്രീകുമാരി അമ്മയ്ക്ക് പിന്നിൽ സുമംഗല നിൽക്കുന്നത് കണ്ട് ഹാളിലേക്ക് കടന്നു വന്ന പ്രദീപൻ തിരക്കി. ഞാൻ വൈകിട്ട് വന്നു. നീ എന്താ പ്രദീപ ഈ നേരത്ത്? അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോടാ? അതോ നീ ഇനി കോട്ടയത്തെങ്ങാനും പോയിട്ട് വരുന്ന വഴിയാണോ? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്നെ കുറച്ചു മുമ്പ് മോനേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോനേട്ടൻ എന്നോട് കാര്യമെല്ലാം പറഞ്ഞു. പ്രദീപൻ സുമംഗലയെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ധൃതി പിടിച്ച് പ്രദീപൻ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം എന്തെന്ന് ശ്രീകുമാരി അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയ്ക്കെങ്കിലും എന്നെ വിളിച്ച് കാര്യങ്ങളൊന്ന് അറിയിക്കാമായിരുന്നു. അതോ ഞാനങ്ങ് തൊടുപുഴയിലായതുകൊണ്ട് ഒന്നും അറിയണ്ടെന്ന് കരുതിയോ? അവൻ കുറ്റപ്പെടുത്തുന്ന മട്ടിൽ അമ്മയെ നോക്കി. അവൾ വൈകിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂടാ. നിന്നെ അറിയിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അല്ലാതെ നീ അറിയരുതെന്ന് കരുതി ആരും ഇവിടെ ഒന്നും വിളിച്ചു വച്ചിട്ടില്ല മോനെ. സുമേച്ചി വൈകിട്ടാണ് വന്നതെങ്കിലും പ്രവീണ രാവിലെ ഇവിടെ എത്തിയതല്ലേ അമ്മേ. അവൾ വന്ന അമ്മയോട് വിവരം പറയാതിരിക്കില്ലല്ലോ. അതോ അമ്മ അത് കേട്ടിട്ട് സുമേച്ചിയുടെ ജീവിതമല്ലേ എന്ന് കരുതി നിസ്സാരവൽക്കരിച്ചു കളഞ്ഞോ? പോടാ അവിടുന്ന്. പ്രവീണ വന്നപ്പോൾ എപ്പോഴും വരുന്നത് പോലെ അവൾ 2 ദിവസം എൻ്റെ കൂടെ നിന്നിട്ട് പോകാനാണെന്നാണ് ഞാൻ കരുതിയത്. അവൾ പറഞ്ഞപ്പോഴും സംഗതി ഇത്രയും ഗുരുതരമുള്ളതാവുമെന്ന് ഞാൻ കരുതിയില്ല. ബുദ്ധിപൂർവമായിരുന്നു ശ്രീകുമാരി അമ്മയുടെ സംസാരം. തൻ്റെ ഇളയ മകനായ പ്രദീപൻ ആളിത്തിരി ചൂടനാണെന്ന് അവർക്കറിയാമായിരുന്നു. അവനോട് എന്തെങ്കിലും പറയുമ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചേ മതിയാവൂ. ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് കാര്യം കഴിഞ്ഞില്ലല്ലോ. എന്താ ഇനി ചേച്ചിയുടെ പ്ലാൻ? നാളെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകില്ലേ ചേച്ചി? അവൻ സുമംഗലയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, അതിനല്ല ഞാൻ അവിടെ നിന്നും ഇറങ്ങി വന്നത്. വിജയേട്ടൻ എൻ്റെ അനുവാദമില്ലാതെ അവളെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്ന ആ വീട്ടിലേക്ക് ഞാനിനി പോയില്ല. അവളോ ഞാനോ ഒറ്റയൊരാൾ, അത് മതി ആ വീട്ടിൽ. വെറുതെ വെട്ടുതരം പറയില്ലേ സുമേച്ചി. ഞങ്ങളെ ആരെയും വിളിക്കാതെ സുമേച്ചി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതേ തെറ്റ്. അല്ലെങ്കിൽ സുമേച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക്. വിജയേട്ടൻ വിളിച്ചപ്പോൾ നീ എപ്പോ തിരിച്ചു വരും സുമേ എന്നൊരു വാക്ക് വിജയേട്ടൻ സുമേച്ചിയോട് ചോദിച്ചോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളോടാരോടും പറയാതെ സുമേച്ചി ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത് തെറ്റാണെന്ന്. സുമേച്ചി ഇപ്പോൾ പറഞ്ഞില്ലേ, ആ വീട്ടിൽ ഒന്നുകിൽ സുമേച്ചി അല്ലെങ്കിൽ അവൾ, നിങ്ങളുടെ രണ്ടിലൊരാൾ മതിയെന്ന്. വിജയേട്ടൻ തീരുമാനിക്കുക അവിടെ ആ പെണ്ണ് മതിയെന്ന്. അപ്പോൾ സുമേച്ചി എന്ത് ചെയ്യും? പ്രദീപന്റെ ചോദ്യം കേട്ട് സുമംഗലിയുടെ മുഖത്തൊരു നടുക്കമുണ്ടാകുന്നത് അവരെല്ലാം കണ്ടു.
അവൾ അവിശ്വസനീയതയോടെ മുമ്പിൽ നിൽക്കുന്നവരെയെല്ലാം മാറി മാറി നോക്കി. സുമേച്ചി ഞങ്ങളെ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ ഇപ്പോൾ വിജയേട്ടൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് സുമേച്ചിക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ സുമേച്ചി അവിടെ നിന്നും ഇറങ്ങിപ്പോരാനേ പാടില്ലായിരുന്നു. ഇതിപ്പോ വിജയേട്ടന്റെ ചെയ്തികൾക്ക് കുട പിടിച്ചു കൊടുക്കുന്ന പരിപാടി ആയിപ്പോയില്ലേ സുമേച്ചിയുടേത്. ഇനി അവർക്ക് അവിടെ ആരെ ഭയപ്പെടണം? നിങ്ങൾ അമ്മയും മക്കളും എത്ര ദിവസം അവിടെ ഇല്ലാതിരിക്കുന്നോ അത്രയും നാൾ അവരവിടെ സന്തോഷത്തോടെ വാഴും. അല്ലെങ്കിൽ സുമേച്ചി നോക്കിക്കോ. എന്താടാ മക്കളെ അതിനിപ്പോ ഒരു പരിഹാരം? സുമ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതാണല്ലോ എന്ന് കരുതി എവിടെ നിന്നോ വന്ന ആ പിഴച്ചുണ്ടായ സന്തതിയാണോ ഇവളിരിക്കേണ്ട സ്ഥാനത്ത് കയറി ഇരിക്കേണ്ടത്? ശ്രീകുമാരിയമ്മയ്ക്കും മകൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തന്നെ തോന്നി. അത് തീരുമാനിക്കാൻ അമ്മേ മോനേട്ടൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കൂടിയാലോചിച്ച് തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? സുമ എന്തു പറയുന്നു അതാണ് നമ്മുടെ തീരുമാനം. നമ്മുടേത് മാത്രമല്ല, വിജയനും അത് തന്നെ നടപ്പിലാക്കിയേ പറ്റൂ. അവളിനി അയാളുടെ മകളായാലും അമ്മയായാലും ശരി, ആ വീട്ടിൽ നിർത്താൻ പറ്റില്ലെന്ന് സുമ പറഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അതിനൊരു എതിരഭിപ്രായവും ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. മോഹനൻ തമ്പി ഇതാണ് തന്റെ തീരുമാനം എന്ന മട്ടിൽ പറഞ്ഞു. നമ്മളപ്പോൾ അവിടെ വരെ പോകേണ്ടി വരില്ലേ മോനേട്ടാ? സുമ ചേച്ചിയുടെ തീരുമാനം വിജയേട്ടനെ നമുക്ക് അറിയിക്കണ്ടേ? വിജയൻ അറിഞ്ഞതാണല്ലോ അത്. നിരവധി തവണ വിജയൻ കേൾക്കെ സുമ പറഞ്ഞിട്ടുള്ളതല്ലേ അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് സുമയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണോ വിജയൻ? ആ കാര്യം ഇനി ഒന്നുകൂടി ഫോൺ വിളിച്ച് വിജയനോട് നമ്മൾ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അയാൾ അത് കേട്ട മട്ട് പോലും നടിക്കാൻ പോകുന്നില്ല. ഫോണിലൂടെയല്ല മോനേട്ട നമ്മൾ സംസാരിക്കേണ്ടത്. നമുക്ക് രണ്ടുപേർക്കും നേരിട്ട് കോട്ടയത്ത് പോവാം. നമ്മൾ ചെല്ലുമ്പോൾ വിജയേട്ടൻ വീട്ടിലില്ലെങ്കിൽ നമുക്ക് വക്കീൽ ഓഫീസിലോ കോടതിയിലോ പോയി കാണാം. അയാളെ മാത്രമല്ല അവളെയും എനിക്കൊന്ന് കാണണം. എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് നമ്മളും ഒന്നറിയണ്ടേ? ഇത്രയും നാൾ എവിടോ ജീവിച്ചു പോകുന്ന ഒരു പെണ്ണിനെ പെട്ടെന്നൊരു നാൾ ആരുടെയും സമ്മതമോ അനുവാദമോ ഇല്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് പൊറപ്പിക്കണമെങ്കിൽ വിജയേട്ടൻ അതിൽ വ്യക്തമായ ഒരു അജണ്ട കാണുമല്ലോ. എന്റെ അത്ഭുതം അതല്ല, അവൾക്ക് എന്തുമാതിരി ധൈര്യമുണ്ടായിട്ടാ ഇത്രയും പേർക്കിടയിലേക്ക് ഇടിച്ചു കയറി വരാൻ തോന്നിയതല്ല പ്രതിഭ. അവൾക്കറിയാം ഇപ്പോൾ പിടിച്ചാൽ വിജയേട്ടന്റെ സ്വത്തിന്റെ ഒരു വിഹിതവും കൊണ്ട് പോകാമെന്ന്. മകൾ എന്നൊരു അവകാശം കിടപ്പുണ്ടല്ലോ. പോരാത്തതിന് അച്ഛൻ തന്നെ അംഗീകരിച്ച സ്വീകരണ പത്രവുമുണ്ട്. വിജയന് ആ വീടല്ലാതെ വേറെ സ്വത്തുവകകൾ എന്തെങ്കിലും ഉള്ളതായി നിനക്കറിയാമോ സുമേ? മോഹനൻ തമ്പി സഹോദരിയെ നോക്കി ചോദിച്ചു. സ്വത്തുവകകൾ ഉണ്ടാകണമെങ്കിൽ സമ്പാദിക്കാൻ അറിയുന്നവരായിരിക്കണം മോനേട്ട. ഇത് കേസ് ബാധിച്ച് കിട്ടുന്ന കാശെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യാനല്ലേ കൊണ്ടുപോയി തൂവിക്കളയുന്നത്. അത് വിജയേട്ടൻ ഒരു ലഹരിയാ. ഞാൻ പറഞ്ഞു വശം കെട്ടിരിക്കുക. 2 പെൺമക്കളുണ്ടെന്ന് പോലും നോക്കാതെയാ വിജയേട്ടൻ സമ്പാദിക്കുന്നതെല്ലാം കൊണ്ടുപോയി ഓരോ അനാഥാലയങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അതിന്റെ കേടാവന്. അല്ലെങ്കിൽ പിന്നെ അനാഥാലയത്തിന്റെ തിണ്ണനിരങ്ങേണ്ട അവളെ പിടിച്ചുകൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ കുടിയിരുത്തുമോ? അതും 1-ാം തരം സ്വന്തം കുടുംബം തകർത്തും കൊണ്ട്. പഠിച്ചോളും വിജയൻ. മോഹനൻ തമ്പി എന്തോ ഓർത്തിട്ടെന്ന മട്ടിൽ കൈകൾ കൂട്ടിഞ്ഞിരിച്ചു. അപ്പോൾ നാളെ നമുക്ക് നേരിട്ട് പോയി വിജയേട്ടനുമായി സംസാരിക്കാം അല്ലേ മോനേട്ടാ? പ്രദീപൻ അയാളെ അതല്ലേ ശരിയെന്ന അർത്ഥത്തിൽ നോക്കി. സംസാരിക്കാനൊന്നുമില്ല. അവളെ കൊണ്ടുപോയി എവിടാന്ന് വെച്ചാൽ കളഞ്ഞിട്ട് വന്ന് ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി സന്തോഷത്തോടെ ജീവിക്കാൻ പറയും. അവന്റെ മോൾ ഇത്ര നാൾ എവിടാണോ നിന്നത് ഇനിയുള്ള കാലവും അവിടെ തന്നെ കഴിഞ്ഞോളുമെന്ന് പറയും. ഇനി അതല്ല, ആ വീട്ടുകാർക്ക് അവളെ വേണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു അനാഥാലയം കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊണ്ട് തള്ളാൻ പറയും. അച്ഛനും അമ്മയും നോക്കാനില്ലാതെ ഇത്രയും നാൾ അവൾ വല്ലവന്റെയും വീട്ടിൽ കഴിഞ്ഞതും അനാഥാലയത്തിൽ കഴിഞ്ഞതുപോലെ തന്നെയല്ലേ? പിന്നെ ഇപ്പോൾ മാത്രം എന്താ അവന് മകളെന്ന് കേൾക്കുമ്പോൾ ഇത്ര ഒലിപ്പിക്കാൻ? ശ്രീകുമാരി അമ്മയും തന്നാൽ കഴിയുന്ന നിർദ്ദേശങ്ങൾ അവൾക്ക് നൽകി. അവസാനം നാളെ വൈകിട്ട് വിജയകൃഷ്ണനോട് കോടതിയിൽ നിന്ന് നേരത്തെ വീട്ടിലെത്താൻ നിർദ്ദേശിച്ച ശേഷം അയാളെ കണ്ട് സംസാരിക്കാൻ മോഹനൻ തമ്പിയും പ്രദീപനും കോട്ടയത്തേക്ക് പോകാൻ ധാരണയായി. കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം പ്രദീപൻ തൊടുപുഴയിലേക്ക് മടങ്ങിപ്പോയി.